ബാർബർ ബാലനും സിനിമാ നടൻ അശോക് രാജും തമ്മിൽ എത്ര നാൾ മുമ്പ് പരിചയമുണ്ടെന്നാണ് പറയുന്നത്? എ 25, ബി 30, സി 22. ഇത് കറക്കി കുത്താൻ മാർഗമുള്ളൂ കേട്ടോ. മൗത്ത് 25. 25 കിടക്കട്ടെ, ഒരെണ്ണം തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അത് എ 25 ഞാൻ പൂട്ടി വെച്ചേക്കാം. എനിക്കൊരു പ്രതീക്ഷയില്ല. ഇല്ല. അപ്പൊ എന്തായാലും കറക്കി കുത്തി അത് ഞാൻ എടുത്തു വെച്ച് പൂട്ടുകയും ചെയ്തു. അത് പറയാൻ കാരണം അയ്യോ, ആ പിള്ളേരുടെ പ്രായം വെച്ച് നമുക്ക് ഗസ് ചെയ്താ. ശരി, എങ്ങനെയാണ് നമുക്കത് മറക്കാം. അതെ. മധുരവും പുളിയുമുള്ള ഒരു തിരി എന്താണ്? മധുരവും പുളിയുമുള്ള ഒരു തിരി. സാമ്പ്രാണി തിരിയാവാം, മെഴുകു തിരിയാവാം, കത്തിരിയാവാം. സാമൂതിരി ഒന്നുമല്ല. സാമൂതിരിയല്ല, നമ്പൂതിരിയല്ല. അല്ല, ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ പൊറോട്ടാണ്. വേറെ ഒന്നുമില്ല, നിങ്ങൾ എപ്പോഴും കഴിക്കാറുള്ളത്. പത്തിരിയല്ല. പത്തിരിയോ? അതൊരു വെജിറ്റേറിയൻ ആണ്. അതെ. നമ്മളിങ്ങനെ പോകുമ്പം സൈഡിലൊക്കെ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്ന കാണാം. ചിലപ്പോൾ അതിന്റെ സൈഡിൽ ഓറഞ്ച് കാണും. മുന്തിരി. ഒരു ടെൻഷൻ മാറി കിട്ടി. അപ്പം എ 25. എ 25 ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമില്ല. ഇന്നലെ ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതിന് നിങ്ങൾ എന്നെ റൂട്ട് മാറ്റി വിട്ടു. കൊച്ചിലെ പ്രേമിച്ചിട്ടേ ഇല്ലേ? സാറിന് എൻ്റെ കുടുംബം കലക്കിട്ടു. ഞാൻ മുട്ടം പ്രേമം കാഴ്ചവെച്ചാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ വിപ്ലവം ഉണ്ടാക്കി റൂട്ട് മാറ്റി നേരെ വീട്ടിലോട്ടാക്കി. വീട്ടിൽ കയറണം. എന്താണ് ഭാര്യയുടെ പേര്? ഐശ്വര്യ. ഐശ്വര്യ. നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരുന്നു? അതെ. എത്ര വർഷം? അത് ഒരു 2-3 വർഷത്തെ കാലാവധിയുള്ളൂ. 3 വർഷം ഒരു വലിയ നീണ്ട കാലയളവല്ലേ? വിപ്ലവ കല്യാണമായിരുന്നു. അതെന്താ? അത് ഇപ്പം എനിക്കറിയില്ല വ്യക്തമായ കാരണം എന്നുള്ളത്. എന്ന് ഞാൻ ഈ കലാപരിപാടികളൊക്കെ ആയിട്ട് നടക്കുമല്ലേ. അപ്പോൾ ഐശ്വര്യ ഒറ്റ മോളേ ഉള്ളൂ. അപ്പോൾ ഒറ്റ മോളുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെയൊക്കെ നോക്കുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ കലാപ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് അതിന് അല്പം വിസമ്മതം. പക്ഷേ ഇപ്പോൾ ഞാൻ ആ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. മതി, ഈ കാര്യങ്ങളൊക്കെ കാണിച്ചാൽ മതിയല്ലോ. ഇതുവരെ 2 ഐറ്റം കാണിച്ചു കഴിഞ്ഞാൽ ആള് വീഴും. എന്തായാലും സന്തോഷം. കാരണം ഇത്രയും നേരം ഞാൻ ചോദിച്ചിട്ടും സത്യം പറയാത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. അത് ചില സത്യങ്ങൾ നമ്മൾ മറച്ചു വെക്കണം എന്ന് പറയല്ലേ. ഞാൻ എത്ര പിടിച്ചിട്ടും റൂട്ട് ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങോട്ടോ അല്ലെങ്കിൽ വീട്ടിലോട്ടോ അങ്ങനെ നിൽക്കുക. ഒരു ചോദ്യം കൂടെ കഴിയട്ടെ. ഞാൻ ആ കുട്ടിയുടെ പേര് പറയാം, അപ്പം മനസ്സിലാവും. സവാരി ഗിരിഗിരിയിൽ 3ാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഒരു വീഡിയോ. ഞാനൊരു കാര്യം ചോദിച്ചാൽ സീരിയസ് ആയിട്ട് മറുപടി പറയണം. എന്ത് കാര്യം? ഞാൻ ആകെ പെട്ടിരിക്കുക. അപ്പൊ നമ്മുടെ ആടുകളും കോഴികളും അതിനെയൊക്കെ കൊന്ന് ഇറച്ചിയാക്കി ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് കറി വെച്ച് കൂട്ടാം. കണ്ടല്ലോ? കണ്ടു. എന്നാൽ ചോദ്യം, ഈ രംഗത്തിൽ എന്താണ് ശ്രീനിവാസൻ ചോദിക്കുന്നത്? എ, ഈ ഷൂട്ടിംഗ് കഴിയുന്നത് വരെ നമുക്ക് എവിടെങ്കിലും പോയി ഒളിച്ച് താമസിക്കാം. ബി, ഈ മുട്ടിഞ്ഞ ഷൂട്ടിംഗ് കാരണം വയ്യ, നാട് വിട്ടാലോ. സി, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ, നമുക്ക് നാടുവിടാം. അത് മുന്നേ ഇങ്ങനത്തെ 1-2 വീഡിയോകൾ നമ്മൾ കണ്ടുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതിനകത്ത് തന്നെ ഇതിൻ്റെ ഉത്തരമുണ്ട്. അതിൻ്റെ ലാസ്റ്റിൽ ശ്രീനിവാസൻ തന്നെ പറയുന്നുണ്ടാവും ഉത്തരം. ആ ഉത്തരം എന്ന് പറയാം സാറേ. ഈ ഷൂട്ടിംഗ് കഴിയുന്നവരെ നമുക്ക് എവിടെങ്കിലും പോയി ഒളിച്ച് താമസിക്കാം. അതാണോ മുഷിഞ്ഞ ഷൂട്ടിംഗ് കാരണം വയ്യ നാടുവിടാം? ഒളിച്ചിരിക്കുക. ആ ഒളിച്ചിരിക്കുന്ന ലാസ്റ്റ് പറയുന്നുണ്ട് ഒളിച്ച് താമസിക്കാം. ഒളിച്ച് താമസിക്കാം. അതായത് പിടിച്ചല്ലേ?
കറക്റ്റാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയില്ല, അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഓപ്ഷൻ എ ഞാൻ എടുത്തു വെച്ച് പൂട്ടി. അവിടെ ഇരിക്കട്ടെ. ഇരിക്കട്ടെ. ഇനി എന്താണ്? ഇനി പാട്ട് പാടുന്നുണ്ടോ? നാടിനെ കുറിച്ച് പാടുന്നുണ്ടോ? ഇനി ഭാര്യയെ കുറിച്ചൊരു പാട്ട് പാടും. ഭാര്യയെക്കുറിച്ച് ഞാൻ പാടിയാൽ ഇനി പാടണ്ട, വെറുതെ ഭാര്യ ഇട്ടു പോയാലോ ചിലപ്പോൾ. ആ പാട്ട് കേട്ടു ചിലപ്പോൾ ഭാര്യ ഇട്ടിട്ട് പോകും. പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഭാഗ്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഭാര്യയ്ക്കോ അതെനിക്കോ ഒരു പാട്ടോ? ഞാൻ പാട്ടൊന്നും എനിക്ക് അറിയില്ല സാറേ. ഞാൻ ഏറ്റവും കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ളത് ദാസേട്ടനെയാണ്. ദാസേട്ടൻ്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്താണ് എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി തന്നത്. കാരണം ശ്രദ്ധിക്കപ്പെട്ട നമ്മൾ മിമിക്രിയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത്. അതെ. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ചെയ്ത്, അപ്പോൾ ദാസേട്ടൻ്റെ ഒരു ശബ്ദം ഞാൻ പറയാം. സംഗീതം നമ്മുടെ മനസ്സിൽ ഈശ്വരൻ, ജഗദീശ്വരൻ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വരദാനമാണ് സംഗീതം. അപ്പോൾ ആ ഒരു സംഗീതത്തെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എങ്ങനെ പൂജിക്കുന്നു, അതുപോലാണ് ഓരോ മനുഷ്യരിലും ഈശ്വരൻ വസിക്കുന്നത്, സംഗീതം വസിക്കുന്നത്. ഭൂമിയിലെ എല്ലാ ചരാചരങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഈ പാട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ അനുകരിച്ച് പാടില്ല. എനിക്ക് പാടാൻ അറിയില്ല അത്, പക്ഷെ എങ്കിലും എനിക്ക് ഹരിവരാസനം എന്ന കീർത്തനമാണ് എല്ലാ വേദികളിലും പാടാറുള്ളത്. അങ്ങനെ ഒരിക്കൽ ദാസേട്ടന് മുമ്പിൽ എനിക്ക് പാടാൻ അവസരം കിട്ടി. ഇത് പറയാൻ കിട്ടി ദുബായ് വെച്ച്. അപ്പം അന്ന് ഞാൻ ചോദിച്ചു അനുവാദം. സ്റ്റേജ് വെച്ച് പെട്ടെന്നായിരുന്നു, സുരാജേട്ടനായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നു. സുരാജേട്ടൻ പറഞ്ഞു ഈവൻ ദാസേട്ടനെ അനുകരിക്കും. അപ്പം ഞാൻ ചോദിച്ചു ഞാനിങ്ങനെ പാടിക്കോട്ടെ. ഒരു കുഴപ്പമില്ല പാടിക്കോ എന്ന് പറഞ്ഞ്. അപ്പം ആ ഹരിവരാസനത്തിന് ഒരു 4 പാടണം എന്ന് പറഞ്ഞുകൊണ്ടോ അതറിയല്ലോ. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം അരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. സ്വാമിയേ ശരണമയ്യപ്പോ. എനിക്ക് ദാസേൻ്റെ ഞാൻ ഒന്ന് കണ്ണടച്ചിരുന്നു. കറക്റ്റാണ് കേട്ടോ. ആ മോഡുലേഷൻ ഉണ്ടല്ലോ പറഞ്ഞപ്പോ ആ മേലോട്ട് എടുക്കുന്നേ ആ കുനിപ്പൊക്കെ വളരെ കറക്റ്റായിരുന്നു കേട്ടോ. ഇപ്പൊ ദാസേട്ടൻ അമേരിക്കയിലാണ്. കഴിഞ്ഞപ്പോ ഒരു വർഷമായെന്ന് തോന്നുന്നു എനിക്ക് അമേരിക്കയിൽ. ഉടനെ തന്നെ വരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പം എ ആണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഷൂട്ടിംഗ് കഴിയുന്നവരെ നമുക്ക് എവിടെങ്കിലും പോയി വിളിച്ച് താമസിക്കാം. ഉത്തരം തെറ്റാ. ഈ മുഷിഞ്ഞ ഷൂട്ടിംഗുകാരനും വയ്യ, നാട് വിട്ടാലോ? അത്ര കോൺഫിഡൻസ് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു. കാരണം ലിപ്പ് പിടിച്ച് ഒളിച്ച് താമസിക്കാമെന്നൊക്കെ ലിപ്പ് പിടിച്ചെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു പണി കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഉടനെ അത് പൂട്ടിയിട്ടത്. അല്ലേ? സാരമില്ല, ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. രജിക്ക് എങ്ങനെ തെറ്റുപറ്റും? കരഞ്ഞോ അതിനിടയിൽ? ഇല്ല. ഞാൻ നോക്കുമ്പോ